ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രഥയാത്രയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേത്. ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും കംസന്റെ ക്ഷണപ്രകാരം മഥുരയിലേക്ക് പുറപ്പെടുന്ന യാത്രയാണ് ഭക്തർ ഇതിലൂടെ ആഘോഷിക്കുന്നത്. കംസനെ വധിച്ച ശേഷം ഈ രഥത്തിലിരുന്ന് മഥുരാനിവാസികൾക്കേവർക്കും ഭഗവാൻ ദർശനം നൽകി എന്നാണ്. ഈ കഥ കേൾക്കുന്ന നാരദൻ ഇതേ രീതിയിൽ എന്നും ഇവിടെ ദർശനം നൽകാൻ സാധിക്കട്ടെ എന്ന് ബലരാമനെയും ശ്രീകൃഷ്ണനെയും സഹോദരിയായ സുഭദ്രയെയും അനുഗ്രഹിക്കുന്നു. നാരദന്റെ ആഗ്രഹപ്രകാരം ഇവർ 3 പേരും എന്നേക്കുമായി പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ തന്നെ വസിക്കുന്നു എന്നാണ് വിശ്വാസം. പുരിയുടെ രാജാവായിരുന്ന ഇന്ദ്രയുപ്ന ഈ 3 പേരുടെയും തടികൊണ്ടുള്ള ശില്പങ്ങൾ ഉണ്ടാക്കാനായി ദേവശില്പി വിശ്വകർമാവിനെ വരുത്തിച്ചു. ശില്പനിർമ്മാണത്തിനിടെ തന്നെ ആരും ശല്യം ചെയ്യരുതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നെങ്കിലും അക്ഷമനായ രാജാവ് ഇടയ്ക്ക് വാതിൽ തുറന്നു നോക്കുകയും വിശ്വകർമാവ് നിർമ്മാണം നിർത്തി അപ്രത്യക്ഷനാകുകയും ചെയ്തു. അതിനാൽ പണിതീരാത്ത ഈ ശില്പങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. ഈ സമ്പ്രദായം നിലനിർത്താനായി 12 വർഷത്തിലൊരിക്കൽ ഈ ശില്പങ്ങൾ പുനഃസ്ഥാപിക്കുമ്പോഴും പൂർത്തിയാകാത്ത ശില്പങ്ങളാണ് ഉപയോഗിക്കുന്നത്.